ഇന്ന് രാവിലെയാണ് അരീക്കോട്ടെ സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇത്തരത്തിലൊരു അപകടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിക്കുന്നത്. ഈ കാണുന്ന ശുചീകരണ പ്ലാന്റിലാണ് അപകടം നടന്നത്. ഈ 3 തൊഴിലാളികളിൽ ഒരാൾ ആദ്യം കാല് തന്നെ അപകടത്തിൽപ്പെടുകയും പിന്നീട് രക്ഷിക്കാൻ ശ്രമിച്ച 2 ആളും അപകടത്തിൽപ്പെടുകയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. 12 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അരീക്കോട് ഊർങ്ങാട്ടിരിയിലാണ് ഈ മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 3 ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ദാരുണാന്ത്യം സംഭവിച്ചത് 2 ബീഹാർ സ്വദേശികളും 1 ആസം സ്വദേശിയുമാണ് മരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ തന്നെ ചേരുകയാണ്. ഒരു 10-11 മണിയാകുമ്പോഴാണ് പഞ്ചായത്ത് ബോർഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അപകടം സംഭവിച്ചത് അറിയുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇടയ്ക്ക് ബോർഡ് നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രദേശത്തെത്തുകയും ചെയ്ത് ഒരു 6 മാസത്തോളം കാലമായിട്ടുള്ള പുതിയതായിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുള്ളതാണ്. കോഴി വേസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം പല്ലറ്റ് ഉണ്ടാക്കുന്നതിനുള്ള പൊടി ഉള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. വേസ്റ്റ് വെള്ളം ക്ലീൻ ചെയ്യുന്നുള്ള ഒരു പ്ലാന്റിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും വെള്ളത്തിന്റെ ലെവല് പരിശോധിക്കാൻ ഇതിൽ പോകണം. ആ അടിസ്ഥാനത്തിൽ ഒരാൾ പോയതാണ്. അവർ കാണാനായിട്ട് മറ്റുള്ള ആൾ തെരഞ്ഞു പോയിട്ടുള്ളതാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തിന്റെ അനുമതി ഉള്ള പ്ലാന്റാണ്. അതുപോലെ നാട്ടുകാരെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. വാസന വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുക എന്നുള്ള ഉറപ്പ് നമുക്ക് തരികയും ചെയ്തിരുന്നു. അത് നാട്ടുകാരും അതിന്റെ ഓണറായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അതേ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അവരോടും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ പരിഹാരം ചെയ്തു കൊടുക്കാന്ന്. അത് ഓപ്പൺ ആയി കിടന്ന ഈ സ്ഥലം പിന്നീട് അവർ ബിൽഡിംഗ് കോമ്പൗണ്ട് ആക്കിയിട്ട് ബിൽഡിംഗ് നിർമ്മിച്ചതാണ്. 2 ബീഹാർ സ്വദേശികളും 1 അസം സ്വദേശിയുമാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും വിവിധ വകുപ്പുകളും പോലീസും പരിശോധന നടത്തി വരികയാണ് എന്നുള്ളത് തന്നെയാണ്.